നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാനിഫെസ്റ്റ് ആകാൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മളിലേക്ക് എത്താനായിട്ട് നമ്മൾ ആക്ഷൻസ് എടുക്കാറുണ്ട്. സോ ആക്ഷൻസ് എടുത്തു, കാര്യങ്ങളൊക്കെ ചെയ്തു, നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമുക്ക് കിട്ടി, അല്ലെങ്കിൽ അത് നമ്മൾ ആസ്വദിച്ചു. ആ സമയത്ത് നമ്മൾ താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്, നമ്മൾ നന്ദി പറയാറുണ്ട്. ഈ നിമിഷം നല്ല ഹാപ്പിയാണ്, അത്രത്തോളം ഞാൻ സന്തോഷം അനുഭവിക്കുകയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ എന്നാൽ നമ്മൾ ഈ വെല്ലുവിളികൾ സംഭവിക്കുമ്പോൾ അല്ലെ വെല്ലുവിളികൾ നമ്മൾ നേരിടുമ്പോൾ, അതുപോലെ നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ ആ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളിലും നമ്മൾ ഓരോരോ പരീക്ഷണങ്ങൾക്ക് വിധേയമാകും. ആ സമയത്ത് നമ്മൾ ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തെ പൂർണ്ണമായും അവഗണിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ അവസാനമായി വെല്ലുവിളി നേരിട്ടത് എപ്പോഴായിരുന്നു? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നേടണമെന്ന് ആഗ്രഹിച്ചു, അത് നടന്നില്ല, മുകളിലേക്ക് നോക്കിയിട്ട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു കാര്യം നടന്നില്ല എങ്കിൽ എപ്പോഴെങ്കിലും ദൈവത്തിനോടും പ്രപഞ്ചശക്തിയോടും നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലല്ലേ? ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം നമുക്കറിയില്ല ഇത് പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചം നമ്മളെ പരീക്ഷിക്കുകയായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇതിലേക്ക് പോകുന്ന മുന്നേ നമുക്ക് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് അംഗമാകണമെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് ഡെയിലി മോട്ടിവേഷൻ ഉണ്ട്, എല്ലാ ആഴ്ചയും ഫ്രീ ആയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഉണ്ട്, സക്സസ് സ്റ്റോറീസ് ഉണ്ട്, ഒരു പോസിറ്റീവ് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സപ്പോർട്ട് അത്യാവശ്യമാണ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം, നമ്മുടെ ജീവിതം മൊത്തം നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു ഘടനയാണ്. നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഹ്യൂമൻ ലൈഫ് നോക്കിയാലോ, നമുക്ക് ഒരു ശാരീരിക ഘടനയുണ്ട്. അതുപോലെ തന്നെ മെറ്റാഫിസിക്കലായിട്ടുള്ള ഊർജ്ജസ്വലമായിട്ടുള്ള തലത്തിലുള്ള ഘടനകളുണ്ട്, പല തരത്തിലുള്ള ഊർജ്ജങ്ങളുടെ ശ്രേണിയുണ്ട്, അതുപോലെ ഒരുപാട് നിയമങ്ങളുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ. അതുപോലെ ഈ പ്രപഞ്ചത്തിനും ഒരുപാട് നിയമങ്ങളുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും സൂര്യൻ ഒരേ സമയം ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒരേ സമയം, അതുപോലെ ചന്ദ്രൻ വരുന്ന ഒരേ സമയവും, എല്ലാ മാസവും ഫുൾ മൂൺ ഉണ്ടാവുന്നത്, അതായത് പൂർണ്ണചന്ദ്രൻ ഉണ്ടാവുന്നത്, ഇതൊക്കെ ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. ഇതെല്ലാം ഒരു ഓർഡറിൽ നടക്കുന്നതാണ്. അതുപോലെയാണ് നിങ്ങളെ വിലയിരുത്തുന്നതും നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നതും നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതും. ഇപ്പോഴാണ് ഓരോ നിമിഷവും ഈ പ്രപഞ്ചം നിങ്ങളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ നിമിഷവും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കുക, ഓരോ നിമിഷവും പല സമയത്തും നമ്മുടെ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് പല തരത്തിലുള്ള സയൻസ് തരും ചില കാര്യങ്ങളിലേക്ക്. ഇത് ചില അടയാളങ്ങൾ എപ്പോഴും പ്രപഞ്ചം കാണിച്ചുകൊണ്ടിരിക്കും. കുറേ ആൾക്കാർ ന്യൂമറോളജി ബേസ് ചെയ്ത് കാണും, ഏഞ്ചൽ നമ്പേഴ്സ്, ശരിയല്ലേ? മിക്കവാറും എപ്പോഴും കാണുന്നത് 111, 222, 888, 555, 777. അവയെല്ലാം വിന്യാസത്തിൻ്റെ അടയാളങ്ങളാണ്, അതായത് അലൈൻമെൻറ്റിൻ്റെ സൈനുകളാണ്. നിങ്ങൾക്ക് അടയാളങ്ങൾ നൽകുന്നത് പോലെ തന്നെ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നതും അതുപോലെ നിങ്ങളെ നയിക്കുവാൻ ശ്രമിക്കുന്നതും എങ്ങനെയാ ശരിയായ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നു എന്നത് കാണിക്കാനായിട്ടാണ്. അപ്പോൾ ഈ പ്രപഞ്ചം നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രപഞ്ചത്തെ നോക്കുമ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നേടിയെടുക്കാൻ നിങ്ങൾ സ്ട്രോങ് അല്ല എങ്കിൽ, അതിനുള്ള ആപ്റ്റായിട്ടുള്ള ശക്തി നിങ്ങൾക്കില്ല എങ്കിൽ, അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ പ്രപഞ്ചത്തിന് നിങ്ങളെ അതിലേക്ക് സ്ട്രോങ് ആക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേ മതിയാകത്തുള്ളൂ. ശരിയല്ലേ? ആലോചിച്ച് നോക്കിയേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പ്രപഞ്ചം നമുക്ക് ഓരോ കാര്യങ്ങൾ കാണിച്ചു തരുന്നതും മനസ്സിലാക്കി തരുന്നതും 3 വഴികളിലൂടെയാണ്: അടയാളങ്ങൾ അല്ലെങ്കിൽ സയൻസ്, ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ, ലാസ്റ്റ് പലതരത്തിലുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ പരിശോധനകൾ എന്ന് പറയാം. ഈ അടയാളങ്ങളെ സൂചിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ പ്രപഞ്ചം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ആ ഒരു ശക്തി നമ്മളെ എന്തിനെങ്കിലേക്കും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് വഴി തെളിയിക്കുന്ന ഒരു കാര്യമാകാം, അല്ലെങ്കിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന ആ വഴി റോങ് വേ ആണെന്ന് കാണിക്കാനും ഉപയോഗിക്കുന്നു. റൈറ്റ്? ഇനി പ്രപഞ്ചം നമുക്ക് ചലഞ്ചസുകൾ തരുന്നുണ്ടെങ്കിൽ, വെല്ലുവിളികൾ തരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നേരത്തെ നിങ്ങൾ എങ്ങനെ ആയിരുന്നുവോ
അവിടെ നിന്നുകൊണ്ട് കുറച്ചും കൂടെ ബലവത്താക്കാനും അല്ലെങ്കിൽ കുറച്ചും കൂടെ ശക്തനാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവം ചലഞ്ചുകൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ തരുന്നത്. ഇനി ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ടെസ്റ്റുകൾ തരും അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ തരും. സോ എന്തിനാണ് പ്രപഞ്ചം നമുക്ക് ഇങ്ങനെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും, പലതരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. സോ ആ സമയത്ത് പ്രപഞ്ചം ഇങ്ങനെ പരീക്ഷിക്കും നമ്മളെ. ഇവൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ വ്യക്തി എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതെന്ന്, കൃത്യമായിട്ടാണോ കൈകാര്യം ചെയ്യുന്നതെന്ന് പ്രപഞ്ചം വീക്ഷിക്കും, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ഇനി കറക്റ്റായിട്ടാണ് നിങ്ങളത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ, കറക്റ്റായിട്ടാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു കാര്യം റെസ്പോണ്ട് ചെയ്ത് തുടങ്ങും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്പുട്ട് കാണിച്ചു തുടങ്ങും. അങ്ങനെയാണ് ഗ്രാജുവലി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലേക്ക് എത്തുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ശ്രദ്ധിച്ചേക്കൂ. ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ലവ് അട്രാക്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആശയമാണ്. സ്നേഹം കൂടുതലുണ്ടാക്കുക അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരാളെ വേണം. ഇത് സ്നേഹം കൊണ്ട് മൂടുന്ന രീതിയിലുള്ളൊരു സ്നേഹം വേണമെന്നാണ്. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു സ്നേഹത്തിൻ്റെ ജീവിതം എനിക്ക് നയിക്കണമെന്നാണ്. ഇങ്ങനെയൊക്കെയുള്ളതാണ് നല്ല സ്നേഹമുള്ള ഒരാൾ, നല്ല വൈബ്രൻറ്റഡ് ആയിട്ടുള്ള ഒരാൾ, എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ഒരാൾ, അതുപോലെ ആ വ്യക്തി എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾ. അങ്ങനെ വേണമല്ല, അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രപഞ്ചം ആ ഒരു സന്ദർഭത്തിൽ നിന്നും നമ്മളെ വലിച്ചെറിയും. ആ വലിച്ചെറിഞ്ഞ സാഹചര്യത്തിൽ പ്രപഞ്ചം നമ്മളെ നിരീക്ഷിക്കും. ആ സമയത്ത് നമ്മളുടെ ചിന്തകൾ എന്താണ്, നമ്മൾ പ്രവർത്തിക്കുന്നത് എന്താണ്, നമ്മുടെ ഫീലിങ്സ് എന്താണ്, ഇതെല്ലാം നമ്മുടെ പ്രപഞ്ചശക്തി നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോഴാണ് നമ്മൾ ഒട്ടും തന്നെ ആഗ്രഹിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത്. സോ ഈ സമയത്ത് ഒട്ടും നമ്മൾ ആഗ്രഹിക്കാത്ത, ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ആക്ഷൻസ് എങ്ങനെയാണെന്ന് യൂണിവേഴ്സ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് ഫുൾ ഓഫ് ലവിലാണോ നമ്മൾ, ഫുൾ ഓഫ് ജോയ്ഫുൾ ആണോ, എപ്പോഴും ഹാപ്പിയാണോ, ആ സമയത്ത് നമ്മൾ പോസിറ്റീവ് ആയിരിക്കുമോ? ഇനി അല്ല എങ്കിൽ, നമ്മൾ ആ സമയത്ത് ഈ പറഞ്ഞതൊന്നും പോസിറ്റീവായിട്ടല്ല എങ്കിൽ യൂണിവേഴ്സ് തന്നെ ആലോചിക്കും, ഇദ്ദേഹം ഈ വ്യക്തി ചിന്തിച്ചതുപോലെ ഞാൻ ഒരാളെ കൊടുക്കുകയാണെങ്കിൽ, ഫുൾ ഓഫ് ഹാപ്പി, ഫുൾ ഓഫ് വൈബ്രൻറ്റ്, ഫുൾ ഓഫ് ജോയ്ഫുൾ ആയിട്ടുള്ള ഒരാളെ കൊടുക്കുകയാണെങ്കിൽ ഇതെങ്ങനെ മാച്ചാവും? അതായത് അദ്ദേഹത്തിൻ്റെ സാഹചര്യം ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാഹചര്യം ഇപ്പം ഫുൾ ഓഫ് നെഗറ്റീവാണ്, സന്തോഷമില്ല, ലവ് ഇല്ല, വൈബ്രൻ്റ് അല്ല, ജോയ്ഫുൾ അല്ല. പിന്നെ എങ്ങനെ ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ചിന് ക്രിയേറ്റ് ചെയ്യുന്നതാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? വൈബ്രേഷൻ ഫ്രീക്വൻസീസ് ഡിഫറെൻറ്റ്. അവിടെ വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് രണ്ടും രണ്ട് തലത്തിലാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലേക്ക് എത്തത്തില്ല, കാരണം നമ്മൾ അതിൻ്റെ മാച്ചിലല്ല. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നമ്മളെ പല തവണ പരീക്ഷിക്കുന്നത്. പണത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ സെയിം കാര്യമാണ്. പറയാറുണ്ട് അഫർമേഷൻസ്, ഞാൻ സമ്പന്നനാണ്, പണം എപ്പോഴും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, പണം എനിക്കുണ്ട്. അവർക്ക് കൂടുതൽ പണം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര താല്പര്യമാണ്. നമ്മുടെ പ്രപഞ്ചം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ലോട്ടറിയൊക്കെ നമുക്ക് തരും. ലോട്ടറിയൊക്കെ നമുക്ക് നോക്കുമ്പോൾ കൂപ്പൺ അടിച്ചിട്ടുണ്ടാവും, ലോട്ടറി അടിച്ചിട്ടുണ്ടാവും. സോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു ഗിഫ്റ്റാണ്. ഒരു 2000 രൂപയോ 5000 രൂപയോ നമുക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടാവും. ഇത് ഇടയ്ക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു ടെസ്റ്റാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നമുക്ക് കുറച്ച് പണം തന്നു, എന്നിട്ട് അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചം നമ്മളെ നിരീക്ഷിക്കും. ഈ പണം എങ്ങനെയാണ് ഇവ ഉപയോഗിക്കുന്നത്? അത് പ്രപഞ്ചത്തിൻ്റെ ഒരു ടെസ്റ്റാണ്. ഇതുപോലെ നമ്മൾ ചിന്തിക്കാതെ പോലും നമുക്ക് പണം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് തോന്നിയതൊക്കെ അങ്ങ് വാങ്ങിച്ച് നമ്മൾ പണത്തെ അങ്ങ് അടിച്ച് തീർക്കും. അപ്പോൾ യൂണിവേഴ്സ് നോക്കുമ്പം ഇവന് കൊടുത്ത ഒരു 2000 അല്ല 5000 രൂപ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അവന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും 10000 രൂപയോ അല്ലെങ്കിൽ 1,00,000 രൂപയോ അല്ലെങ്കിൽ 2,00,000 രൂപയോ നിങ്ങൾക്ക് നൽകാൻ പോകുന്നില്ല. കാരണം എന്നാ, നിങ്ങൾക്കൊരു ചെറിയ പണം പോലും മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് വലിയ പണം തരും? അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പരീക്ഷണത്തിൽ തോൽക്കും. എന്തിനാണ് വലിയൊരു എമൗണ്ട് കൊടുത്ത് ആ എനർജി വേസ്റ്റ് ചെയ്യുന്നത്? എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ശ്രദ്ധയുള്ള ആൾക്കാരെ മാറുക എന്നതാണ്.
ഓരോ നിമിഷവും മനസ്സിലാക്കുക, നമ്മുടെ ചുറ്റും പ്രപഞ്ചം നമ്മളെപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന്. ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്, ഓരോ സെക്കൻഡിലും ഈ പ്രപഞ്ചം നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി ഈ പ്രപഞ്ചത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. കാര്യം പ്രപഞ്ചം നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക ഓരോ നിമിഷവും. എന്താണ് എൻ്റെ ചിന്തകൾ, എൻ്റെ ഫീലിങ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഞാൻ എടുക്കുന്ന പ്രവൃത്തികൾ എന്താണ്, ഓരോ നിമിഷവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളാണ് ഈ ടെസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ പാസ്സാക്കാൻ സമ്മതിക്കുമോ? എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും എല്ലാം ലഭിക്കട്ടെ. താങ്ക് യു.